Next, one-to-one onto functions. A function f is said to be one-to-one or injection if and only if f of a equal to f of b implies that a equal to b for all a and b in the domain of f. എന്ന് പറഞ്ഞാൽ വൺ ടു വൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജസ് വേണം. അപ്പം ഇത് എ, ഇത് ബി. അപ്പം ഇതിൽ എ ബി സി എക്സ് വൈ സെഡ് പി. അപ്പം എ എക്സിലേക്ക് മാപ്പ് ചെയ്തു, ബി എ വൈയിലേക്ക് മാപ്പ് ചെയ്തു, സി എ സെഡിലേക്ക് മാപ്പ് ചെയ്തു. അപ്പം ഈ എയിലെ ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വൺ ടു വൺ എന്ന് പറയും. ഇപ്പം സി എ വൈയിലേക്കാണ് മാപ്പ് ചെയ്തതെങ്കിൽ ഇത് വൺ ടു വൺ അല്ല. ഇതാ രണ്ട് ബി, ഇവിടുത്തെ ബിയും സിയും എലമെൻറ്റിന് ഒരേ ഇമേജ് ആണുള്ളത്. അപ്പോൾ വൺ ടു വൺ അല്ല. അപ്പോൾ വൺ ടു വൺ ആണെന്ന് പറയണമെങ്കിൽ ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജസ് വരണം. അത് നമ്മൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമാണെങ്കിൽ, ഇവിടെ ഇതുണ്ടോ, ഇവിടെ ബിക്കും സിക്കും തുല്യമാണ്, വൈ ആണ്. എഫ് ഓഫ് ബി ഈക്വൽ ടു എക്സ്, എഫ് ഓഫ് സി ഈക്വൽ ടു എക്സ് അല്ല വൈ, എഫ് ഓഫ് ബി ഈക്വൽ ടു വൈ, എഫ് ഓഫ് സി ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ ഈ ബിയും സിയും ഒന്നായിരിക്കണം, ബി ഈക്വൽ ടു സി ആയിരിക്കണം. അങ്ങനെ എന്നാൽ വൺ ടു വൺ ആവും. ഇവിടെ ബി ഈക്വൽ ടു സി അല്ല. അതാണ് വൺ ടു വൺ ആണെന്ന് തെളിയിക്കണമെങ്കിൽ എഫ് ഓഫ് ബിയും എഫ് ഓഫ് സിയും ഒന്ന് തന്നെയാണെങ്കിൽ, എഫ് ഓഫ് ബി എയും എഫ് ഓഫ് ബിയും ഒന്ന് തന്നെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ് ആയിരിക്കണം. അല്ലെങ്കിൽ വേറെ തരത്തിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവിലും പറഞ്ഞാൽ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ ആണ് വെനെവർ എ നോട്ട് ഈക്വൽ ടു ബി. എങ്ങനെയാണെങ്കിലും എഫ് വൺ ടു വൺ ആയിരിക്കും. അതാണ് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇത് ഡിറ്റർമിൻ whether the function f from a b c d to 1 2 3 4 with f of a equal to 4 f of b equal to 5 ഇതാണ് തന്നിരിക്കുന്നത്. ഇത് വൺ ടു വൺ ആണ്. ഇതുണ്ടോ, എക്കും ബിക്കും സിയും ഡിയും ഡിഫറെൻ്റ് ആണ്. അത് ഡിഫറെൻ്റ് ഇമേജസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വൺ ടു വൺ ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം. എഫ് ഓഫ് ഡിറ്റർമിൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ് എടുക്കുന്നത്, സെഡിൽ നിന്നും സെഡിലേക്ക്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ വണ്ണിൻ്റെ ഇമേജ് എന്തായിരിക്കും? വൺ സ്ക്വയർ, വൺ ആയിരിക്കും. മൈനസ് വണ്ണിൻ്റെ ഇമേജോ അതും വണ്ണ് തന്നെയാണ്. വണ്ണിനെയും മൈനസ് വണ്ണിനെയും വണ്ണിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് വണ്ണും എഫ് ഓഫ് മൈനസ് വണ്ണും വണ്ണ് തന്നെയാണ്. അതുകൊണ്ട് എഫ് എന്തല്ല, നോട്ട് വൺ ടു വൺ ആണ്, വൺ ടു വൺ അല്ല. ദെൻ determine whether the function f of x equal to x plus 1 from the set of real numbers to itself is 1 to 1. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൈ പ്ലസ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഇത് വൺ ടു വൺ ആണ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വണ്ണും വൈയുടെ വൺ ടു വൺ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ വൺ ടു വൺ ഫംഗ്ഷൻ. അതാണ്. അപ്പം വൺ ടു വൺ ആണെങ്കിൽ ഡിഫറെൻ്റ് എലമെൻറ്റിന് ഡിഫറെൻ്റ് ഇമേജസ് വേണം. നെക്സ്റ്റ് ഡെഫിനിഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് ഓൺ ടു ഓർ സർജക്ഷൻ if and only if for every element b there is an element a with f of a equal to b. A function f is called surjective if it is on to. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ നമ്മൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടാകണമെങ്കിൽ ബിയിലെ എല്ലാ എലമെൻറ്റിനും, ഇതാണ് ബി, ഇത് എ, ബിയിലെ എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊരു ഓൺ ടു മാപ്പിംഗ് ആണ്. ഇതാണ് ഇതാണ്. ഇപ്പം 1 2 3 ഇതിനെല്ലാം പ്രീ ഇമേജസ് ഇവിടെ ഉണ്ട്.
ഇനി ഇത് ഓൺ ടു അല്ലാതാക്കാനായിട്ട് ഇത് ഇവിടെ ഒരു 4 കൂടെ ചേർത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4ന് പ്രീ ഇമേജ് ഇല്ല, അപ്പോൾ ഇത് ഓൺ ടു ആവൂല. അതാണ് ഓൺ ടു മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഇതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഓൺ ടു. ഇല്ല, ഇത് ഓൺ ടു ആവൂല. കാരണം എന്താ? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ടു സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇത് ഓൺ ടു അല്ല. കാരണം എന്താ? -1ന് ഇതാ ഇവിടെ -1 0 1 2. ഇവിടെ നമ്മൾ -1 0 1 2. ഇപ്പൊ ഈ -1ന് എന്തില്ല? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. -1ന് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് എന്തല്ല? ഇത് ഓൺ ടു അല്ല. അപ്പം ഇത് ഓൺ ടു ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജേഴ്സിന് പോസിറ്റീവ് ഇൻഡിജേഴ്സിലേക്ക് വരുവാണെങ്കിൽ അത് ഓൺ ടു ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ടു ആയിരിക്കും. ദെൻ ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഫ്രം ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഓൺ ടു ആണ്. ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇതാ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. -1 0 1 2. ഇതിനെ നമ്മൾ -1ന് എന്താ? -1 + 1 0യിലേക്കാണ് മാപ്പ് ചെയ്യുക. 0യെ 1ലേക്ക്, 1നെ 2യിലേക്ക്, 2നെ 3യിലേക്ക്, -1നെ 0യിലേക്ക്, 0നെ 1ലേക്ക്, 1നെ 2യിലേക്ക്, 2നെ 3യിലേക്ക്. അപ്പോൾ ഇതൊരു ഓൺ ടു മാപ്പിംഗ് ആണ്. നമുക്കിതിൻ്റെ പ്രീ ഇമേജ് എടുക്കണമെങ്കിൽ, വൈയുടെ പ്രീ ഇമേജ് എടുക്കണമെങ്കിൽ എഫ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതുക. അത് y-1 ആയിരിക്കും. എന്താ? 0യുടെ ഇമേജ് 0 - 1 ആണ്. 1ൻ്റെ ഇമേജ് 1 - 1 0 ആണ്. 2യുടെ ഇമേജ് 2 - 1 അത് 1 ആണ്. 2ൻ്റെ ഇമേജ് 2 പ്രീ ഇമേജ് അത് 1 ആണ്. 3യുടെ പ്രീ ഇമേജ് 3 - 1 അത് 2 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു y-1 ആണ് അതിൻ്റെ പ്രീ ഇമേജസ്. ഇതാണ്. അപ്പോൾ നമുക്ക് ഓൺ ടു ആകണമെങ്കിൽ എല്ലാത്തിനും പ്രീ ഇമേജുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഓൺ ടു അല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റിസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഓൺ ടു ആക്കാം. അല്ലെങ്കിൽ കോഡൊമൈൻ റിസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഓൺ ടു ആക്കാം. ഓക്കെ. നെക്സ്റ്റ് ഡെഫിനിഷൻ. The function f is 1-to-1 correspondence or a bijection if it is both 1-to-1 and on-to. We also said such a function is bijective. അപ്പോൾ 1-to-1 correspondence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-1 ആയിരിക്കണം, 1-1 ആയിരിക്കണം, 1-to-1 ആയിരിക്കണം. 1-to-1 correspondence എന്നാണ് പറയുന്നത്. 1-to-1 correspondence എന്ന് പറയുമ്പോൾ അത് 1-to-1 ആയിരിക്കണം, 1-to-1 ആയിരിക്കണം, on-to ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളതിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയും. 1-to-1 കറസ്പോണ്ടൻസ്. ഇതാ, ലെറ്റ് എഫ് ബി ദ ഫംഗ്ഷൻ ABCD2 1 2 3 4 വിത്ത് ദിസ്. ഇതൊരു ബൈജക്ഷൻ ആണ്. ഇപ്പം ABCD ഇതാ ഇവിടെ ABCD ആണ് എടുത്തിരിക്കുന്നത്. ABCD. ഇവിടെ നമ്മൾ 1 2 3 4 എടുത്തു. 1 2 3 4. ഇത് എ സെറ്റ് എ, ഇത് സെറ്റ് ബി. എയെ 1ലേക്ക് മാപ്പ് ചെയ്തു, ബിയെ 2ലേക്ക് മാപ്പ് ചെയ്തു, സിയെ 3ലേക്ക് മാപ്പ് ചെയ്തു, ഡിയെ 4ലേക്ക് മാപ്പ് ചെയ്തു. ഇതിൽ 1-to-1 കറസ്പോണ്ടൻസ് ആണ്. 1-to-1 കറസ്പോണ്ടൻസ് ആണ്. അല്ലെങ്കിൽ ഇത് 1-to-1 ആണ്, on-to ആണ്. ഇതിനെ നമ്മൾ ബൈജക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ്. ഇനി ഇവിടെ വേറൊരു 5 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിലോ അത് ബൈജക്ഷൻ അല്ല, അത് on-to അല്ല. ഇനി ഈ 4 ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക, ഈ ഡിയെ 3ലേക്ക് മാപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോഴെന്തല്ല, അത് 1-to-1 അല്ല. അപ്പം 1-to-1 അല്ല, അത് മെനി 1 ആണ്. സിയെയും ഡിയെയും ഒന്നിലേക്ക് തന്നെ മാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പം 1-to-1 കറസ്പോണ്ടൻസ് പറഞ്ഞാൽ അത് 1-1 ആയിരിക്കണം, അത് on-to ആയിരിക്കണം. ഇപ്പം ഇതിന് ഡിക്ക് വേറെ ഒരു ഇമേജ് വേണം. ഇപ്പം ഡിക്ക് 5 ആയാലും മതി, 5 ആയാലും മതി. ഈ ഡിക്ക് ഇപ്പം ഇമേജ് ഉണ്ട്. ഇത് 1-to-1 കറസ്പോണ്ടൻസ് ആണ്. ദെൻ ഇത് 1-to-1 ആണ്. ഇത് 1-to-1 ആണ്. പക്ഷെ on-to അല്ല. on-to അല്ലാത്തതിന് എന്താ കാരണം? ഈ 2ന് പ്രീ ഇമേജ് ഇല്ല. ഇനി
ഇത് ഓൺ ടു ആണ്, പക്ഷേ 1-to-1 അല്ല. ഇത് ഓൺ ടു ആണ്. ഓൺ ടു ആണെന്ന് പറയാന്നില്ല. ഇവിടെ കോഡമേന് ഇതാ 1, 2, 3 ഇതിന് മൂന്നും പ്രീ ഇമേജ് ഉണ്ട്. പക്ഷേ ഇത് 1-to-1 അല്ല. 1-to-1 അല്ലെന്ന് പറയാൻ കാരണം ഈ എയും ഈ ഡി എയും 2-ലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. 2-ലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അത് 1-to-1 ആണ്. നോട്ട് 1-to-1, അത് ഓൺ ടു ആണ്. ദെൻ ഇതെടുക്കാം. ഇത് 1-to-1 ഓൺ ടു ആണ്. എയെ 4-ലേക്ക് മാപ്പ് ചെയ്തു, ബി എ 1-ലേക്ക് മാപ്പ് ചെയ്തു, സി എ 3-ലേക്ക് മാപ്പ് ചെയ്തു, ഡി എ 2-ലേക്ക് മാപ്പ് ചെയ്തു. ഇപ്പൊ ഇത് 1-to-1 ആണ്, ഓൺ ടു ആണ്. അപ്പൊ ഇത് 1-to-1 കറസ്പോണ്ടൻസ് ആണ്. ദെൻ ഇതെടുക്കുക. ഇത് 1-to-1 അല്ല. 1-to-1 അല്ല എന്ന് പറയുന്നത് എക്കും സിക്കും രണ്ട് ഇമേജ് കിട്ടുന്നുണ്ട്. എക്കും ബിക്കും ഒരേ ഇമേജ് ആണ് കിട്ടുന്നത്. എയുടെയും ബിയുടെ ഇമേജ് ഒന്നാണ്. അതുകൊണ്ട് അത് 1-to-1 അല്ല. അതുപോലെ തന്നെ അത് ഓൺ ടു അല്ല. 4-ന് പ്രീ ഇമേജ് ഇല്ല. അത് ഓൺ ടു അല്ല. ദെൻ ഇതെന്താ? ഇത് നോട്ട് എ ഫങ്ഷൻ ആണ്. കാരണം എക്ക് രണ്ട് ഇമേജ് കൊടുക്കുന്നുണ്ട്. 2-ഉം 4-ഉം എക്ക് രണ്ട് ഇമേജ് കൊടുക്കുന്നുണ്ട്. ഒരു ഫങ്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റിന് ഒരു ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് ഫങ്ഷൻ അല്ല.